ഹായ് ഓൾ, ഇനി നമുക്ക് റെസിൻ കലിയോഗ്രഫി എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഞാൻ ആദ്യക്കുറിച്ചിട്ട് റെസിൻ കലിയോഗ്രഫിയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഫ്രെയിമായിട്ട് എടുത്തിട്ടുള്ളത് മൾട്ടിവുഡിൻ്റെ ഷീറ്റാണ് കേട്ടോ. 12x18 അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ വലിയ ഷീറ്റ് വാങ്ങിച്ച് വെച്ച് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്തോ ഇങ്ങനെ ബോക്സ് ടൈപ്പിൽ ഒട്ടിക്കാൻ ചെയ്യാറുള്ളത്. ഞാൻ ഒട്ടിക്കാറുള്ളതില്ലേ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം ഒട്ടി കിട്ടും നമുക്ക്. ഞാനിവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഒരു ലെയർ നമ്മൾ അക്രിലിക് കൊടുക്കേണ്ടതായിരുന്നു. അക്രിലിക് പെയിൻറ്റ് ഏത് കളറാണ് നമ്മൾ എടുക്കുന്നത് അത് കളറിൽ ഒരു കോട്ട് കൊടുക്കുകയാണെങ്കിൽ, ബേസ് കോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മറ്റേത് നമ്മൾ മിക്സ് ചെയ്താലും അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഈ വൈറ്റ് കളർ ഇങ്ങനെ കാണും. അപ്പോൾ ഒരു കോട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യരുത്. ഒരു കോട്ട് അക്രിലിക് കൊടുക്കുക, അതിന് ശേഷം റെസിൻ ഒഴിക്കാൻ നോക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് മറന്നു പോയതാണ്. ഞാനിതുപോലെ ഒരു ഫസ്റ്റ് കോട്ട് ഒരു ലെയർ കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ഒരു ലെയറും കൂടി റെസിൻ ഒഴിക്കണ്ട കേട്ടോ, ഡാർക്ക് ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ രണ്ട് സൈഡും വൈറ്റും നടുക്ക് ഗ്രീനും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സൈഡിൽ ബോർഡറായിട്ട് ഗോൾഡൻ കളറും. ഞാൻ ഈ ഗോൾഡൻ കളർ മെറ്റാലിക്കാണ് കേട്ടോ, മെറ്റാലിക് പൗഡർ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ രണ്ട് സൈഡിലും വൈറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു, ബ്ലെൻഡ് ചെയ്തെടുത്തു. അതിനുശേഷം ക്ലിയർ എടുത്തിട്ട് അതിൽ സ്റ്റോൺസ്, നമുക്ക് ആവശ്യമുള്ള സ്റ്റോൺസ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. വേണ്ട ഭാഗത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ഞാൻ ഒരുപോലെ തന്നെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ വൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഗ്രീനിൽ ഒരു ലെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീനിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രീൻ കളറിൽ മിക്സ് ചെയ്തിട്ട് ഒരു ലെയർ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് മെറ്റാലിക്കാണ് കേട്ടോ. മെറ്റാലിക്ക് സൈഡിലൂടെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, സൈഡിലൂടെ മെറ്റാലിക്കിൻ്റെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ടെന്ന്. അതിനുശേഷം ഒരു ലെയർ ഞാൻ ഗ്രീനിൻ്റെ സ്റ്റോൺസും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ക്ലിയർ ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് നമ്മൾ കൊടുത്തിട്ട് ഇത് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം ക്ലിയർ ഒഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ക്ലിയറിലേക്ക് ഈ കളർ നമ്മൾ എന്താണ് മിക്സ് ചെയ്തിട്ടുള്ള കളർ ഉണ്ടല്ലോ, കല്ലിലൊക്കെ സ്റ്റോൺസിൽ മിക്സ് ചെയ്തിട്ടുള്ള കളറ് ക്ലിയറിലേക്കാണ് പിടിക്കും. അത് ഒരു ദിവസം ഉണങ്ങിയതിന് 24 hour ഉണങ്ങിയതിന് ശേഷം ക്ലിയർ ഒഴിക്കാം കേട്ടോ. 24 hour ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിതിവിടെ കലിയോഗ്രഫി ഒട്ടിക്കുന്നത് കേട്ടോ. ഞാനത് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് തന്നെയാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെക്കുക, എന്നിട്ട് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് ഈ കലിയോഗ്രഫി അക്രിലിക്കാണ്. അക്രിലിക്കിൽ എന്താണ് സ്റ്റിക്ക് വരുന്നുണ്ട്. ഗ്ലൂ ടൈപ്പ് അത്ര നന്നല്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് നമുക്ക് പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ അത് അവിടെ ഒട്ടിപ്പെട്ട് പോവില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് ഇതുപോലുള്ള അക്രിലിക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ട് അതിന് ശേഷം നമുക്കിങ്ങനെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം മേലുള്ള ആ കവർ നമ്മൾ വലിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ക്ലിയർ ഒഴിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ചെയ്തെടുത്തിട്ടുള്ള എന്താണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ക്ലിയർ എല്ലാ ഭാഗത്തും ക്ലിയർ നേരെ ഒഴിക്കാം കേട്ടോ. അതിനുശേഷം ബബിൾ പൊട്ടിക്കണേ. ഒന്നില്ലെങ്കിൽ ബബിൾ സ്പ്രേ അടിക്കുക, അല്ലെങ്കിൽ ബ്ലോ ടോർച്ച് വെച്ചിട്ട് ബബിൾസ് പൊട്ടിക്കുക, അല്ലെങ്കിൽ ഹീറ്റ് ഗൺ വെച്ചിട്ടൊക്കെ ഇത് പൊട്ടിക്കുക കേട്ടോ, ബബിൾസ് പൊട്ടിക്കുക. അതിനുശേഷം ഉള്ള ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.